ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു സൂപ്പർ സ്നാക്ക് റെസിപ്പിയാണ് നോക്കാൻ പോണത്. ഇവിടെ ഞാനൊരു 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് പച്ചയാണ്, ബോയിൽ ചെയ്യണം നമ്മൾ. ഇവിടെ വന്നിട്ട് ബോയിൽ ചെയ്തത് 1 കപ്പ് പീസാണ്, പച്ച പട്ടാണിയാണ് വേവിച്ചത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആ 3 പൊട്ടാറ്റോ കാണിച്ചില്ലേ, അതാണിപ്പോൾ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക. ഒരു 3 വിസിൽ വരെ നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് നിങ്ങൾ പൊട്ടാറ്റോ എടുക്കുക. ഇപ്പോൾ സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് മുകളിൽ വരെ ഫില്ലാവണം വെള്ളം, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. അപ്പോൾ നമ്മൾ കുക്കർ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ 3 വിസിൽ വരെ വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വന്നിട്ട് സമോസേൻ്റെ ഷീറ്റ് ഉണ്ടാക്കണോ, അതിന് വേണ്ടി ഞാൻ ഒരു പാനിൽ വന്നിട്ട് റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ നിങ്ങൾ 3 to 4 ടേബിൾ സ്പൂൺ എടുക്കുക, ചൂടാക്കുക. ഇപ്പോൾ ഞാൻ വന്നിട്ട് ഒരു ബൗളിൽ വന്നിട്ട് 2.5 കപ്പാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. ഓൾ പർപ്പസ് ഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് നിങ്ങൾ എടുത്തോളി. സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ പിങ്ക് സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സോൾട്ട് വേണോ ആ സോൾട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ സോൾട്ടെല്ലാം മൈദയിൽ പിടിക്കുന്ന പോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായില്ലേ സൺഫ്ലവർ ഓയിൽ, അതാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചൂടോടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട്, ചൂടുണ്ടാവില്ല അതുകൊണ്ടാണ്, ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ റബ്ബാക്കി കൊടുക്കണം. ഫ്ലോറെല്ലാം മൈദാപ്പൊടിയെല്ലാം ഇതുപോലെ റബ്ബാക്കി കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ എല്ലായിടത്തും ഓയിലാണോ പോലെ റബ്ബാക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു ഡോ, ചപ്പാത്തീൻ്റെ മാവെല്ലാം കൊയ്ക്കില്ല അതുപോലെ ഒരു ഡോ ആക്കി മാറ്റണം. ഈ ഡോ വന്നിട്ട് നന്നായിട്ട് തിക്കായിട്ടാണ് നിങ്ങൾക്ക് കൊയ്ക്കേണ്ടത്. ഇതായിട്ടല്ല, ലൂസായിട്ടല്ല, നന്നായിട്ട് തിക്കായിട്ടുണ്ടാവണം. നമ്മൾ സമോസാൻ്റെ ഷീറ്റ് വന്നിട്ട് കടയിൽ കിട്ടുന്ന പോലെയല്ല, ഹോം മെയ്ഡാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഷീറ്റ് വന്നിട്ട് നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കുക. നന്നായിട്ട് തിക്കായിട്ടുണ്ടാവണം. ഇതായിപ്പോൾ നമ്മളുടെ ഡോ റെഡിയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇതുപോലെ സോഫ്റ്റായിട്ടുണ്ടാവണം. അപ്പം നമ്മൾ അത് ഡ്രൈ ആവാതെ ഇരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലാണ് അതിൻ്റെ മേലെ സ്പ്രെഡാക്കിയിട്ട് ഇതുപോലെ നമ്മൾ കൊയ്ക്കണം അതിനെ നന്നായിട്ട്. ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതുപോലെ കൊയ്ച്ചാൽ ഇത് തന്നെ സോഫ്റ്റ് ആയിക്കോളും. ഇതുപോലെ നന്നായിട്ട് കുഴച്ചാൽ സോഫ്റ്റ് ആയിക്കോളും. ഇപ്പോൾ നമ്മൾ ഒരു ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഒരു 1/2 hour വരയ്ക്കും റെസ്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ നമ്മളുടെ പൊട്ടാറ്റോ വന്നിട്ട് നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇതിനെ നമ്മൾ മാഷാക്കി വെക്കണം. നന്നായിട്ട് ബോയിലായിട്ടുണ്ട് നമ്മളുടെ പൊട്ടാറ്റോ. കണ്ട പൊടിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പൊട്ടാറ്റോനെ നന്നായിട്ട് മാഷാക്കി വെക്കണേ. അധികം മാഷല്ല, കുറച്ച് തരിയായിട്ടുണ്ടാവണ പോലെ, ഈ സമോസയിലൊക്കെ കിട്ടൂലേ അതുപോലെ. ഇപ്പോൾ നമ്മളൊരു പാൻ എടുക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഗ്രീൻ പീസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പൊട്ടാറ്റോ, ബോയിൽ ചെയ്ത പൊട്ടാറ്റോ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സ്പൈസസ് നിങ്ങൾക്ക് ഇഷ്ടമോ അത് ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ ഓയിലിൽ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കുക, ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ അധികം ഒന്നും മൂപ്പിക്കേണ്ട, കുറച്ച് മതി. ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് ചില്ലി പൗഡർ കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഓൾറെഡി പൊട്ടാറ്റോനെ ബോയിൽ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. നിങ്ങൾക്ക് ഗരം മസാല വേണോ, ചാട്ട് മസാല വേണോ, എന്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മളെ ഫില്ലിംഗ് ഇപ്പോൾ റെഡിയാണ്. ഇപ്പോൾ ഈ ഫില്ലിംഗ് വന്നിട്ട് നന്നായിട്ട് തണുക്കണം, റൂം ടെമ്പറേച്ചർ വരണം. നമ്മളുടെ ഡോ ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു ഡോ ആണ്. ഇതുപോലെ നന്നായിട്ട് നമ്മൾ
പ്രസ്സാക്കി നന്നായിട്ട് കുഴച്ചെടുക്കണേ. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ട ഡോ. ഇപ്പം നമ്മൾ ഈ ഡോ കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു ചപ്പാത്തീൻ്റെ പോലെ പരത്തിയാൽ മതി. നല്ല വലിയ സൈസ് ഡോ ആണ് എടുക്കേണ്ടത്. ഒരു റൗണ്ട് ചപ്പാത്തി പോലെ പരത്തിയാൽ നമുക്ക് 2 സമോസ ഉണ്ടാക്കാൻ പറ്റും ഒരു റൗണ്ടിൽ. നിങ്ങൾക്ക് പൊടി വേണോ അല്ലെങ്കിൽ എണ്ണ ഇട്ടിട്ടാണോ നിങ്ങൾക്ക് പരത്തേണ്ടത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. എനിക്ക് പൊടിയാണ് ഇഷ്ടം, അതാണ് മൈദപ്പൊടി ഇട്ടിട്ട് ഞാൻ ഇതിനെ ചപ്പാത്തീൻ്റെ പോലെ പരത്തിയെടുക്കുക. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നല്ല തിക്കായിട്ടിരിക്കണം കേട്ടോ. ഈ ചപ്പാത്തീൻ്റെ ഈ റൗണ്ട് നല്ല തിക്കായിരിക്കണം, അധികം തിന്നാവരുത്. ഈ തിക്നെസ്സിൽ വേണം ഉണ്ടാവാനായിട്ട്. ഇപ്പം നമ്മളൊരു നൈഫ് വെച്ചിട്ട് ഹാഫ് സർക്കിളാണ് നമ്മൾ കട്ടാക്കേണ്ടത്. നമ്മൾ ചപ്പാത്തി പരത്തിയാൽ നമുക്ക് 2 സമോസ കിട്ടും. 2 സമോസ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അതിന് ശേഷം നമ്മൾ ഇതാണ് വെള്ളമാണെന്നാണ് ഇതിൻ്റെ മേലെ പുരട്ടി കൊടുക്കുന്നത്. വെള്ളം പുരട്ടിയിട്ട് നമ്മൾ ഇതുപോലെ കോൺ ടൈപ്പിൽ നമ്മൾ ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് നന്നായിട്ട് സെക്യൂറായിട്ട് ഒട്ടിച്ച് കൊടുക്കണേ. അല്ലെങ്കിൽ അത് ഓയിലിടുമ്പോൾ അത് ഓപ്പണായി പോവും. ഉള്ളിലും പുറത്തും എല്ലാ ഭാഗത്തും നമ്മൾ വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് സെക്യൂറാക്കി കൊടുക്കണേ. പ്ലെയിൻ വാട്ടറാണ്. ഇതുപോലെ നന്നായിട്ട് സെക്യൂറാക്കി കൊടുക്കണേ. നിങ്ങളൊരു 4-5 ഇതുപോലെ റെഡിയാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു 10 റെഡിയാക്കിയിട്ട് വേണം നിങ്ങൾ പൊരിക്കാനായിട്ട് വെക്കാൻ. നിങ്ങളുടെ പാൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ 2, 3, 4, 5 ആ പാനിലിട്ട് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ടാണ് ഇത് മെല്ലെ പൊരിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളുടെ ഫില്ലിങ് ഇതാണ്, ഫില്ലാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കോൺ ഷേപ്പ് ആക്കിയില്ലേ നമ്മൾ, ഇപ്പോൾ ഓൾ ഓവർ സമോസാൻ്റെ ഷീറ്റിൻ്റെ ഈ കോണിൻ്റെ ഓൾ ഓവറാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം അടിച്ച് സ്പ്രെഡാക്കി കൊടുക്കണേ. അതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് സെൻറ്ററിൻ്റെ ഇങ്ങനെ 2 ഷീറ്റും സെൻറ്ററിൻ്റെ ഒട്ടിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വളരെ സിമ്പിളാണ്, നന്നായിട്ട് സെക്യൂറായിട്ട് ഒട്ടിച്ച് കൊടുക്കണേ. ഇതുപോലെ നന്നായിട്ട് സെക്യൂറായിട്ട് ഒട്ടിച്ച് കൊടുക്കണേ. നമ്മളുടെ സമോസ പൊരിക്കാനായിട്ട് റെഡിയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ സമോസാൻ്റെ ഷേപ്പിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പൊരിക്കാൻ ഓയിൽ വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ താഴെ വന്നിട്ട് ഇതുപോലെ ഷേപ്പ് കൊടുക്കണേ. സമോസാൻ്റെ ഒറിജിനൽ ഷേപ്പാണിത്. ഇതുപോലെ ഇങ്ങനെ ബെൻഡാക്കി കൊടുത്താൽ നമുക്ക് നല്ല ഒരു സമോസാൻ്റെ ഷേപ്പ് കിട്ടും. ഒരു 8-10 റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓയിൽ ഹീറ്റാക്കാൻ വയ്ക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓയിൽ ഹീറ്റാക്കാൻ വെക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടമാണ്. സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതിൽ പൊരിക്കുക, അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ കോക്കനട്ട് ഓയിലാണെങ്കിൽ അതിൽ പൊരിക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിക്കാം. നിങ്ങളെ പാൻ്റെ സൈസ് അനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിം വെക്കണോ. ഇത് കുറച്ച് പേഷ്യൻസ് വേണം. അത് നന്നായിട്ട് പൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കുന്നത്, വളരെ ടേസ്റ്റിയാണ്. ഹോം മെയ്ഡ് സമോസ വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചു എടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മൾ തിരിച്ചു മറിച്ചു എടുത്തിട്ട് നമ്മൾ പൊരിക്കുക. നമ്മളുടെ സമോസ എല്ലാം കളർ മാറാൻ തുടങ്ങി, ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീനെ ഷെയർ ചെയ്യണേ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സമോസ ആണ്, ഒറിജിനൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സമോസ ആണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങും. അതും ഈ റെയിനി സീസണിൽ വളരെ ടേസ്റ്റി. വൈകുന്നേര സമയത്തൊക്കെ ചായൻ്റെ കൂടെ കഴിക്കാൻ വളരെ അടിപൊളിയായിരിക്കും. നല്ല സൂപ്പർ എമ്മി സമോസ ആണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെ ചെറിയ ചെറിയ പാർട്ടീസിനൊക്കെ നിങ്ങൾ ഇത് സ്റ്റാർട്ടറായിട്ട് കൊടുക്കുക. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് വെച്ച് കൊടുക്കുക. ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നീൻ്റെ കൂടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. കുട്ടികൾക്കോ വലിയ ആൾക്കാർക്കോ ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണേ കുട്ടികൾക്ക്. അവർ വളരെ ഹാപ്പി ആയിരിക്കും. സെക്കൻഡ് ബാച്ച് തന്നെ പൊരിച്ചെടുത്തു. നമ്മളെ സമോസ ഇപ്പോൾ റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ പ്ലീസ് ഒരു തംസ് അപ്പ്
ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.